Lattice form realization of FAR filters. FAR filters lattice form realization കുറച്ച് advantages ഉണ്ട്. Advantages എന്ന് പറയുന്നത് ഇപ്പോൾ lattice structureന്റെ കേസിലാണെങ്കിൽ ഈ filter orderനെ filter orderനെ നമുക്ക് upgrade ചെയ്യണമെങ്കിൽ upgradation എന്ന് പറയുന്നത് simple ആണ്, അതുപോലെ തന്നെ computationally cheap ആണ്. That means ഇപ്പോൾ നമുക്കൊരു second order filter ആണ് realize ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. Second order lattice structure ആണ് ഫിൽറ്ററിന്റെ lattice structure ആണ് വേണ്ടതെങ്കിൽ രണ്ട് സ്റ്റേജസ് കാണും. ആ രണ്ട് സ്റ്റേജസിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് കോഎഫിഷ്യൻസും കാണും, രണ്ട് lattice structure കോഎഫിഷ്യൻസും കാണും. ഇനി നമുക്ക് ഇതിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു തേർഡ് ഓർഡർ ആക്കി മാറ്റണം. തേർഡ് ഓർഡർ ആക്കി മാറ്റണമെങ്കിൽ ഈ ഫസ്റ്റ് ടു സ്റ്റേജസും അതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും ഒരു ചേഞ്ചും വരത്തില്ല. തേർഡ് സ്റ്റേജിന്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഫോർത്ത് ഓർഡർ ആക്കണമെങ്കിൽ ആദ്യത്തെ 3 സ്റ്റേജസ് അതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസിൽ ഒരു ചേഞ്ചും വരത്തില്ല. അതുപോലെ തന്നെ ഫോർത്ത് ഓർഡർ ആകുമ്പോഴത്തേക്ക് ആ ഫോർത്ത് സ്റ്റേജിന്റെ മാത്രം കോഎഫിഷ്യന്റിനെ എന്ത് ചെയ്താൽ മതിയാവും? കണ്ടുപിടിച്ചാൽ മതിയാവും. സോ ദിസ് മേക്സ് അപ്ഗ്രേഡിംഗ് ഓഫ് ഫിൽട്ടർ ഓർഡേഴ്സ് ക്വൈറ്റ് സിമ്പിൾ ആൻഡ് കമ്പ്യൂട്ടേഷണലി ചീപ്പ്. പിന്നെ അതുപോലെ തന്നെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സിന് ലാറ്റിസ് ഫിൽറ്റേഴ്സിന്റെ ലാറ്റിസ് സ്ട്രക്ചറിന്റെ കേസിൽ കുറച്ചുകൂടി ലെസ് സെൻസിറ്റീവ് ആണ്. സോ ലാറ്റിസ് ഫിൽറ്റേഴ്സ് ആർ ലെസ് സെൻസിറ്റീവ് ടു ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സ് ദാൻ ഡയറക്റ്റ് ഫോം ഫിൽറ്റർ സ്ട്രക്ചേഴ്സ്. സോ ഇവിടെ FAR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z കൊടുത്തിട്ടുണ്ട്. h of z is equal to y of z by x of z. a of z എന്ന് ഡിനോട്ട് ചെയ്യാം. 1 plus sigma I is equal to 1 to m am of I z raised to minus I. സ്മോൾ എം എന്ന് പറയുന്നത് FAR ഫിൽറ്ററിന്റെ ഓർഡർ ആണ്. സ്മോൾ എം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ I is equal to 1 to m അല്ലേ, ഐക്ക് പകരം 1 വരാം. ദാറ്റ് മീൻസ് ഐക്ക് പകരം 1 വരുമ്പോഴത്തേക്ക് എന്ത് വരും? am of 1 z raised to minus 1. ഐക്ക് 2 വരുമ്പം am of 2 z raised to minus 2 etc. up to എവിടെ വരെ വരും? m വരെ വരും. ദാറ്റ് മീൻസ് am of m z raised to minus m വരെ. ഇവിടെ നമ്മൾ നോക്കിയാൽ am of I, ഐയുടെ വാല്യൂ 1 തൊട്ടാണ്. സോ am of 1 തൊട്ട്. അപ്പൊ am of 0 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. am of 0 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 ആണ്. ഇവിടെ am of 0 എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്ന് ഓർത്ത് വയ്ക്കുക? 1 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി when m is equal to 1, സ്മോൾ എമ്മിന്റെ വാല്യൂ 1 ആവുമ്പോൾ, സ്മോൾ എമ്മിന്റെ വാല്യൂ 1 ആവുക മീൻസ് ഓർഡർ ഓഫ് ദ ഫിൽറ്റർ 1 ആവുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ. അപ്പൊ എമ്മിന്റെ വാല്യൂ 1 ആവുമ്പോൾ ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? 1 plus sigma I is equal to 1 to 1. ദാറ്റ് മീൻസ് ഐക്ക് ഒരു വാല്യൂ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. സോ എമ്മിന്റെ വാല്യൂ 1 ആവുമ്പോൾ a1 of 1 is raised to minus 1. 1 plus a1 of 1 is raised to minus 1. സോ ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ FAR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? 1 plus a1 of 1 is raised to minus 1. ഇതെന്ന് പറയുന്നത് എന്താണ്? a1 of 0. ഇത് a1 of 1. a1 of 0 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 ആണ്. അതാ പറഞ്ഞത് am of 0 എന്ന് പറയുന്നത് എപ്പോഴും 1. So 1 plus a1 of 1 is raised to minus 1. So ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റ് ഫോം സ്ട്രക്ചർ, ഡയറക്റ്റ് ഫോം ഫിൽറ്റർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്? a1 of 1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഫിൽറ്റർ കോഎഫിഷ്യന്റ്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ലാറ്റിസ് സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ലാറ്റിസ് സ്ട്രക്ചർ നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഒരു സ്റ്റേജേ ഉള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോഎഫിഷ്യന്റേ ഉള്ളൂ. ഏതാണ്? K1 എന്ന് പറഞ്ഞ ഒരു കോഎഫിഷ്യന്റേ ഉള്ളൂ. x of n ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് f0n ഉം f0 of n ഉം g0 of n എന്നും പറയുന്നത്. ഔട്ട്പുട്ട്സ് ആയിട്ട് നമുക്ക് f1 of n ഉം g1 of n ഉം ഉണ്ട്. f1 of n എന്ന് പറയുന്നത് അപ്പർ ചാനൽ ഔട്ട്പുട്ട്, g1 of n എന്ന് പറയുന്നത് ലോവർ ചാനൽ ഔട്ട്പുട്ട്. f1 of n ആണ് നമ്മൾ ഔട്ട്പുട്ട് y of n ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ f0 of n, g0 of n, f1 of n, g1 of n മാർക്ക് ചെയ്തില്ലെങ്കിൽ സാരമില്ല. x of n മാർക്ക് ചെയ്യുക, ഡിലേ എലമെന്റ് കാണിക്കുക, കോഎഫിഷ്യൻസ് കാണിക്കുക, ആഡേഴ്സ് കാണിക്കുക, y of n കാണിച്ചാലും മതി. ഈ f0, g0, f1, g1 എന്ന് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റേജേ ഉള്ളൂ, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലാറ്റിസ് സ്ട്രക്ചർ കോഎഫിഷ്യന്റേ ഉള്ളൂ. ഏതാണ്? K1. അപ്പൊ ഒന്നുകിൽ ഇപ്പൊ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലൊരു എന്ത് തരും? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. അതായത് a1 of 1ന്റെ വാല്യൂ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? K1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്തുണ്ടാവും? ഈ ഫിൽറ്റർ കോഎഫിഷ്യൻസ് രണ്ടെണ്ണം കാണും. a2 of 1 ഉം കാണും, a2 of 2 ഉം കാണും. ഇനി അത് വെച്ചിട്ട് നിങ്ങൾ K1 കണ്ടുപിടിക്കണം, K2 കണ്ടുപിടിക്കണം.
for m is equal to 2. ഇപ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? 1 plus a2 of 1 is raised to minus 1 plus a2 of 2 is raised to minus 2. സബ്സ്ക്രിപ്റ്റ് എന്താണ്? 2 ആണ് സെക്കൻഡ് ഓർഡർ എന്ന് കാണിക്കാൻ. ഇത് a2 of 0 ആണ് 1, a2 of 1, a2 of 2. അപ്പൊ രണ്ട് കോഎഫിഷ്യൻസ് വരും കറസ്പോണ്ടിങ് ആയിട്ട്. k1 k2 എന്ന് പറഞ്ഞ ലാറ്റിസ് കോഎഫിഷ്യൻസ് വരും. ഇത് ഫസ്റ്റ് സ്റ്റേജ്. സെയിം സ്റ്റേജ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കോഎഫിഷ്യൻസ് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഇതെടുത്ത് സെക്കൻഡ് സ്റ്റേജ് കോഎഫിഷ്യന്റ് ഏതാണ്? k2, k1 k2. ഇവിടെ f2 of n ആണ് നമ്മൾ ഔട്ട്പുട്ട് y of n ആയിട്ട് എടുക്കുക. g2 of n എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ g1 of n, g2 of n എന്നൊക്കെ പറയുന്നത് എന്താണ്? സപ്പോർട്ടിംഗ് ഔട്ട്പുട്ട് ആണ്. അടുത്ത സ്റ്റേജിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള സപ്പോർട്ടിംഗ് ഔട്ട്പുട്ട് ആണ് g1 of n, g2 of n എന്നൊക്കെ പറയുന്നത്. അപ്പൊ mth ഓർഡർ ഫിൽട്ടർ ആണെങ്കിലോ, ഇതിപ്പോ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ ആയതുകൊണ്ട് രണ്ട് സ്റ്റേജസ്. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഒരു സ്റ്റേജ്, ഒരു കോഎഫിഷ്യന്റ് k1. mth ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? m സ്റ്റേജസ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ m കോഎഫിഷ്യൻസും കാണും. തേർഡ് ഓർഡർ ആകുമ്പോൾ 3 സ്റ്റേജസ് കാണും. കറസ്പോണ്ടിങ് ആയിട്ട് 3 ലാറ്റിസ് കോഎഫിഷ്യൻസ് ആണ് k1, k2, k3. പ്രോബ്ലംസ് നമുക്ക് രണ്ട് രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് FAR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫോം ഫിൽറ്റർ കോഎഫിഷ്യൻസ് കിട്ടും. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ലാറ്റിസ് സ്ട്രക്ചറിന്റെ കോഎഫിഷ്യൻസ്, ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. k1, k2, k3 എന്ന് പറഞ്ഞ ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കണം. ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാൻ പാടുന്നില്ല. k1, k2, k3 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലാറ്റിസ് സ്ട്രക്ചർ എല്ലാത്തിനും സെയിം തന്നെ. സോ ലാറ്റിസ് സ്ട്രക്ചർ വരച്ച് k1, k2, k3 പറഞ്ഞിട്ട് ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. അതൊരു ക്വസ്റ്റ്യൻ. അല്ലാണ്ട് നമുക്ക് തരാന്ന് വെച്ചാൽ ലാറ്റിസ് കോഎഫിഷ്യൻസ് വരും. ഈ k1, k2 എന്ന് പറഞ്ഞിട്ട് അത് ലാറ്റിസ് കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് വരും. തിരിച്ച് എന്ത് കണ്ടുപിടിക്കണം? ഡയറക്റ്റ് ഫോം ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ഈ രണ്ട് രീതിയിലാണ് പ്രോബ്ലം വരാറുള്ളത്. പിന്നെ അതിന് ഒരു രണ്ടിന്റെ കേസിലും ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഇക്വേഷൻ പഠിക്കാനുള്ള മടി കൊണ്ട് പലരും പഠിക്കില്ല. പക്ഷെ അത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ഇക്വേഷൻ നോക്കാം നമുക്ക്. for small m is equal to capital M, m minus 1 up to 1. ഇവിടെ capital M എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ ഫിൽട്ടർ ആണ്. ഇപ്പൊ തേർഡ് ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ capital M is equal to 3. അപ്പൊ സ്മോൾ എമ്മിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 3, 2, 1. ഇനി ഫോർത്ത് ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ 4. അപ്പൊ ഏതൊക്കെ വരാം? സ്മോൾ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4, 3, 2, 1. ഇത്രയും വാല്യൂസ് വരാം. Km is equal to am of m, am minus 1 of I is equal to am of I minus am of m into am of m minus I divided by 1 minus km square, where 1 less than or equal to I less than or equal to m minus 1. ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻസ് പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. So ഒരു problem നോക്കാം. Determine the coefficients Km of the lattice filter corresponding to FAR filter described by the system function h of z is equal to 1 plus 2 z raised to minus 1 plus 1 by 3 z raised to minus 2. Also draw the corresponding second order lattice structure. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്ന എന്താണ്? FAR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. h of z തന്നിട്ടുണ്ട്. 1 plus 2 z raised to minus 1 plus 1 by 3 z raised to minus 2. സോ ഇതിന് കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കണം? ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓർഡർ എന്താണ്? ഇവിടെ നോക്കിയാൽ മതി. z raised to minus 2. സോ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ആണ്. സോ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ എന്താണ് ഇവിടെ? ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ ഇവിടെ 2 ആണ്. ഇനി ഇവിടെ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ 2 ആകുമ്പോൾ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ 2 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഇത് A2 സബ്സ്ക്രിപ്റ്റ് 2 വരാൻ കാര്യം ഓർഡർ എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട്. A2 0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 ആണ്. A2 1 ആണ്. ഇറ്റ്സ് റൈസ് ടു മൈനസ് 1ന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ്. A2 1 എന്ന് പറയുന്നത് 2. A2 2 എന്ന് പറയുന്നത് എന്താണ്? 1/3. ഇവിടെ ഓർഡർ 2 ആയതുകൊണ്ട്. ഇനി ഓർഡർ 3 ആണെങ്കിൽ A3 of 0, A3 of 1, A3 of 2, A3 of 3 എന്ന് പറഞ്ഞു വന്നേനെ. ഇവിടെ ഓർഡർ 2 ആയതുകൊണ്ട് A2 of 0, A2 of 1, A2 of 2 എന്ന് പറഞ്ഞു വന്നു. ഇവിടെ A2 of 0 1, A2 of 1 is 2, A2 of 2 is 1/3. സോ ആ കോഎഫിഷ്യൻസ് കറക്റ്റ് ആയിട്ട് നോക്കി എഴുതാം. A2 of 0 എഴുതിയില്ലെങ്കിൽ സാരമില്ല, അത് ആവശ്യമായിട്ട് വരത്തില്ല. സോ A2 of 0 എന്ന് പറയുന്നത് 1, A2 of 1 എന്ന് പറയുന്നത് എന്താണ്? 2, A2 of 2 എന്ന് പറയുന്നത് 1/3. 2 സബ്സ്ക്രിപ്റ്റ് വരാൻ കാര്യം എന്താണ്? ഓർഡർ 2 ആയതുകൊണ്ട്. ഇനി തേർഡ് ഓർഡർ ആണെങ്കിൽ എങ്ങനെ വന്നേനെ? A3 of 0, A3 of 1, A3 of 2, A3 of 3 വരെ വന്നേനെ.
അപ്പോൾ ഫോർ സ്മോൾ എം ഇക്വേഷൻ എടുത്ത് കോമൺ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതിയേ ഉള്ളൂ. സോ കോമൺ ഇക്വേഷൻ എടുത്ത് എഴുതാം. സോ ഇക്വേഷൻ തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇക്വേഷൻ എടുത്ത് എഴുതാം. സോ കോമൺ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു എം കോമ എം മൈനസ് 1 അപ് ടു 1. ഇവിടെ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ ആയതുകൊണ്ട് ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ 2. അപ്പോൾ സ്മോൾ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരും? എം തൊട്ട് 1 വരെ ആണ്. സോ എമ്മിന്റെ വാല്യൂ 2 ആണ്. സോ അപ്പോൾ 2 തൊട്ട് 1 വരെ. അപ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ ഏതൊക്കെ വരും? 2ഉം വരും 1 വരും. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട്. തേർഡ് ഓർഡർ ആയിരുന്നെങ്കിൽ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ 3 വരും. സ്മോൾ എമ്മിന്റെ വാല്യൂ ഏതൊക്കെ വരും? 3, 2, 1 വരും. ഇനി സ്മോൾ എമ്മിന്റെ വാല്യൂ 2ഉം 1ഉം. സോ ഫോർ എം ഇസ് ഈക്വൽ ടു 2 എടുക്കണം, ഫോർ എം ഇസ് ഈക്വൽ ടു 1ഉം എടുക്കണം. ആദ്യം ഫോർ എം ഇസ് ഈക്വൽ ടു ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 2 എടുത്ത് ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്? ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 2. അപ്പോൾ K2 is equal to AM of M. A2 of 2 is equal to A2 of 2 യുടെ വാല്യൂ നമുക്കുണ്ട്. എന്താണ്? 1/3. സോ is equal to 1/3. സോ K2ന്റെ വാല്യൂ വളരെ ഈസി ആയിട്ട് കിട്ടി. K2 is equal to 1/3. സെക്കൻഡ് ഓർഡർ ആയിട്ട് രണ്ട് കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചാൽ മതി, K1ഉം K2. പിന്നെ ലാറ്റിസ് സ്ട്രക്ചർ വരച്ചു വെക്കാം. സോ ഇപ്പൊ K2 തന്നെ കിട്ടി നമുക്ക്. പിന്നെ ഇനി K1 കണ്ടുപിടിച്ചാൽ മതി. അടുത്ത എന്താണ്? K2 is equal to A2 of 2 is equal to 1/3. ഇതിപ്പോ m is equal to 2 എന്നുള്ളത് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അടുത്ത ഇക്വേഷനിലും എന്ത് ചെയ്യുക? m is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A2 minus 1. അപ്പൊ A1 എന്ന് കിട്ടും. A1 of I is equal to A2 of I minus A2 of 2, A2 of 2 minus I. A2 of 2, A2 of 2 minus I divided by 1 minus K2 square. ഇനി ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാ? 1 തൊട്ട് m minus 1 വരെയാ. എമ്മിന്റെ വാല്യൂ ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? 2 ആണ്. സോ 2 minus 1 എന്ന് പറയുമ്പോൾ 1. അപ്പൊ ഐയുടെ വാല്യൂ 1 to 1 വരെ. ദാറ്റ് മീൻസ് ഐക്ക് ഒരു വാല്യൂ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. ആ 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? A1 of 1 equal to A2 of 1 minus A2 of 2. A2 of 2 minus 1 is 1. A2 of 1 divided by 1 minus K2 square. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? A2 of 1 നമ്മുടെ കയ്യിലുണ്ട് 2 മൈനസ് A2 of 2 നമ്മുടെ കയ്യിലുണ്ട് 1/3 ഇൻറ്റു A2 of 1 എന്ത് തന്നെയാണ്? 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് K2 സ്ക്വയർ. K2 എന്താണ്? 1/3 സ്ക്വയർ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് A1 of 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3/2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഇതിപ്പോ ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 2. സ്മോൾ എം ഇസ് ഈക്വൽ ടു 2 എടുത്ത് ഈ രണ്ട് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും കിട്ടിയത്. ഇനി അടുത്ത സ്മോൾ എമ്മിന്റെ വാല്യൂ 2 മാത്രമല്ല, ഒരു വാല്യൂ കൂടെ ഉണ്ട്, 1 കൂടി ഉണ്ട്. സോ ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 1 എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K1 ഈക്വൽ ടു എമ്മിന് വരെ 1 കൊടുക്കുക. K1 ഈക്വൽ ടു A1 of 1. K1 ഈക്വൽ ടു A1 of 1. A1 of 1 പ്രീവിയസ് സ്റ്റേജിൽ കിട്ടിയ എന്താണ്? 3/2. ഇനി നമുക്ക് ബാക്കി ചെയ്യണോ? അടുത്ത ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 1 വേണ്ട. കാര്യം എന്താണ്? K1ഉം K2ഉം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ K2ഉം കിട്ടി, K1ഉം കിട്ടി. സോ നമ്മളുടെ രണ്ട് ലാറ്റിസ് കോഎഫിഷ്യൻസും കിട്ടി. സോ ഇത് ചെയ്യാൻ ഒരു കാര്യമുള്ളൂ, ഇക്വേഷൻസ് പഠിക്കുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. സോ K1ഉം K2ഉം കിട്ടിക്കഴിഞ്ഞാൽ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ഒരു പാടുമില്ല. എന്ത് രണ്ട് സ്റ്റേജസ് വരും, ഒരേ കണക്കിന് രണ്ട് സ്റ്റേജസ് വരുന്നു. ഇവിടെ എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൽ K1, അടുത്ത സ്റ്റേജിൽ K2. K1ന്റെ വാല്യൂ മാർക്ക് ചെയ്യുക, K2ന്റെ വാല്യൂ മാർക്ക് ചെയ്യുക. K1ഉം K2ഉം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ വരച്ചിടുക. എന്നിട്ട് K1 K2 എന്നൊക്കെ മാർക്ക് ചെയ്തിടുക. സോ ലാറ്റിസ് സ്ട്രക്ചറിന്റെ ഒരു മാർക്കിംഗിൽ നിങ്ങൾക്ക് കിട്ടും, അഥവാ K1ഉം K2ഉം തെറ്റിപ്പോയാൽ. ഇവിടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട്സ് ആണ് F1 of n ഉം G1 of n ഉം. അടുത്ത സെക്കൻഡ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ആണ് F2 of n ഉം G2 of n ഉം. ഇവിടെ F2 of n ആണ് നമ്മൾ ഔട്ട്പുട്ട്, റിയൽ ഔട്ട്പുട്ട് Y of n ആയിട്ട് എടുക്കുക. G1 of n G2 of n എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജിന്റെ സപ്പോർട്ടിംഗ് ഔട്ട്പുട്ട് ആയിട്ടാണ് G1 of n ഉം G2 of n ഉം വരിക. Next, conversion of lattice coefficients to direct form filter coefficients. അതായത് ലാറ്റിസ് കോഎഫിഷ്യൻസ് വരും, K1, K2, K3 ആ വാല്യൂസ് വരും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഡയറക്റ്റ് ഫോം ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അതായത് FAR ഫിൽട്ടറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ സ്മോൾ എം ഇസ് ഈക്വൽ ടു 1, 2 എക്സെട്ര അപ് ടു ക്യാപിറ്റൽ എം. നേരത്തെ നമ്മൾ എടുത്തത് ക്യാപിറ്റൽ എം തൊട്ട് 1 വരെ എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ ആണെങ്കിൽ 1 to ക്യാപിറ്റൽ എം എന്നുള്ള രീതിയിൽ എടുക്കുക. അതായത് ആദ്യം സ്മോൾ എം ഇസ് ഈക്വൽ ടു 1 എടുക്കുക, ആ രീതിയിൽ. For small m is equal to 1, 2, etc. up to എവിടെ വരെ? Capital M വരെ. Capital M എന്ന് പറയുന്ന order of the filter. Here AM of 0 is equal to 1, AM of M is equal to KM, AM of I is equal to AM minus 1 of I plus AM of M, AM
am minus 1 of am minus 1 of m minus I 1 less than or equal to I less than or equal to m minus 1. So ഇവിടെയും equations correct ആയിട്ട് പഠിച്ചു വെക്കാം. So problem നോക്കാം. Let the coefficients of a three-stage FAR lattice structure be K1 0.1, K2 0.2 and K3 0.3. Find the coefficients of the direct form 1 FAR filter and draw its block diagram. അപ്പോൾ ഇവിടെ K1, K2, K3 തന്നിട്ടുണ്ട്. അതായത് K1, K2, K3 വരെ മീൻസ് തേർഡ് ഓർഡർ ഫിൽട്ടർ ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോം ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? കോമൺ ഇക്വേഷൻ ഇവിടെ എഴുതി. ഹിയർ ക്യാപിറ്റൽ എം എസ് ഈക്വൽ ടു 3, തേർഡ് ഓർഡർ ആണ്. അതുകൊണ്ട് K1, K2, K3 ഉള്ളത് കൊണ്ട് തന്നെ തേർഡ് ഓർഡർ ആണ്. സോ ഹിയർ ക്യാപിറ്റൽ എം എസ് ഈക്വൽ ടു 3. അപ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വരും? 1, 2, 3 വരെ വരും. സ്മോൾ എമ്മിന് 3 വാല്യൂസ് ആണ് വരിക, 1ഉം 2ഉം 3. For m is equal to 1, for small m is equal to 1, first equation എന്താണ്? m ന്റെ വാല്യൂ 1 ആകുമ്പോൾ a1 of 0 is equal to 1. അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a1 of 1 is equal to k1 is equal to എന്ത് കിട്ടി? നമുക്ക് 0.1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഓർത്തു വെക്കാനുള്ളത്, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടുള്ള കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? തേർഡ് ഓർഡർ ആയതുകൊണ്ട് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? തേർഡ് ഓർഡർ എന്ന് വെച്ചാൽ a3 of 0, a3 of 1, a3 of 2, a3 of 3. ഇത് ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ളത്. തേർഡ് ഓർഡർ ആയതുകൊണ്ട് a3 of 0 എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പിന്നെ a3 of 1 കണ്ടുപിടിക്കണം, a3 of 2 കണ്ടുപിടിക്കണം, a3 of 3 കണ്ടുപിടിക്കണം. സോ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരൊക്കെയാണ്? തേർഡ് ഓർഡർ ആയതുകൊണ്ട് a3 of 1, a3 of 2, a3 of 3. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ a2 of 1, a2 of 2. സോ ഇനി അടുത്തത് ഫോർ സ്മോൾ എം എസ് ഈക്വൽ ടു 1, എമ്മിന്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a1 of 0 is equal to 1, a1 of 1 is equal to k1 is equal to 0.1. ഇനി അടുത്ത താഴത്തെ ഇക്വേഷൻ നോക്കിക്കേ. ഫോർ എമ്മിന്റെ വാല്യൂ നമ്മൾ എന്താണ്? 1. അപ്പൊ a1 of I is equal to ഇവിടെ a1 minus 1 എന്നൊക്കെ പറഞ്ഞു വരും, അതായത് a0 of I എന്നൊക്കെ പറഞ്ഞു വരും. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട. ഫോർ എം is equal to 1 ഈ ഇക്വേഷൻ ആവശ്യമായിട്ട് വരത്തില്ല, കാര്യം ഇവിടെ a0 of I എന്നൊക്കെ പറഞ്ഞു കിട്ടും, അതുകൊണ്ട് ഇത് വേണ്ട. ഇനി അടുത്തത് എമ്മിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. For m is equal to 2, വീണ്ടും m is equal to 2 വെച്ചിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a2 of 0 is equal to 1, a2 of 2 is equal to k2, a2 of 2 is equal to k2 is equal to എന്താണ്? 0.2 കിട്ടി. അടുത്ത ഇവിടെ m is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a2 of I is equal to m minus 1, 2 minus 1 is a1 of I plus a2 of 2, a1 of 2 minus I എന്ന് പറഞ്ഞിട്ടും. ഐയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 1 to m minus 1 വരെ. എമ്മിന്റെ വാല്യൂ 2 ആകുമ്പോൾ 2 minus 1 എന്ന് പറയുന്നത് 1. ഐയുടെ വാല്യൂ 1 to 1 തന്നെ. ദാറ്റ് മീൻസ് ഐക്ക് ഒരു വാല്യൂ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഐക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a2 of 1 is equal to a1 of 1 plus a2 of 2 into a1 of 2 minus 1 is 1, a1 of 1. a1 of 1 ന്റെ വാല്യൂ എന്താണ്? a1 of 1 ന്റെ വാല്യൂ 0.1 plus a2 of 2 ന്റെ വാല്യൂ എന്താണ്? 0.2 into a1 of 1 is again 0.1. സോ ചെയ്യുമ്പോൾ നമുക്ക് a2 of 1 എന്ത് കിട്ടി? 0.12 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇത് കഴിഞ്ഞ് ഫോർ m is equal to 2, ഇനി m ന്റെ വാല്യൂ എന്ത് കൂടെ ഉണ്ട്? 3 കൂടെ ഉണ്ട്. സ്മോൾ എമ്മിന്റെ വാല്യൂ തേർഡ് ഓർഡർ ആയതുകൊണ്ട് 1ഉം വരും 2ഉം വരും, ഇനി അടുത്ത ആരും കൂടെ വരും? 3 കൂടെ വരും. സോ എമ്മിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ 3 ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a3 of 0 is equal to 1, a3 of 3 is equal to km എന്ന് പറയുമ്പോൾ k3 is equal to 0.3 എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത ഇക്വേഷനിൽ എമ്മിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a3 of I is equal to a2 of I plus a3 of 3, a2 of 3 minus I എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഇവിടുത്തെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ? 1 തൊട്ട് m minus 1 വരെയാണ് ഐയുടെ വാല്യൂ വേരി ചെയ്യുക. എമ്മിന്റെ വാല്യൂ 3 ആയതുകൊണ്ട്, എമ്മിന്റെ വാല്യൂ എന്താണ് ഇവിടെ? സ്മോൾ എമ്മിന്റെ വാല്യൂ 3 ആയതുകൊണ്ട് ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യും? ഐയുടെ വാല്യൂ 1 തൊട്ട് m minus 1 വരെ. m minus 1 എന്ന് പറയുമ്പോൾ 3 minus 1 is 2. അപ്പൊ ഐയുടെ വാല്യൂ 1 തൊട്ട് 2 വരെ വേരി ചെയ്യും. ദാറ്റ് മീൻസ് ഐക്ക് 2 വാല്യൂ ഉണ്ട്. I is equal to 1 ഉണ്ട്, I is equal to 2 ഉണ്ട്. ഐയുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നത്? 1 തൊട്ട് m minus 1 വരെ. m minus 1 എന്ന് പറയുമ്പോൾ 3 minus 1 is 2. അപ്പൊ ഐയുടെ വാല്യൂ 1 തൊട്ട് 2 വരെ. ദാറ്റ് മീൻസ് ഐക്ക് 1 ഉണ്ട്, ഐക്ക് 2 ഉണ്ട്. സോ ആദ്യം ഐക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a3 of 1 is equal to a2 of 1 plus a3 of 3
a2 of 2 equal to എന്ത് കിട്ടി ഐക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇനി ഇതിനകത്ത് a2 of 1 ഉം a3 of 3 ഉം a2 of 2 എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.18 എന്ന് പറഞ്ഞു കിട്ടും a3 of 1 കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ള ആരൊക്കെയായിരുന്നു a3 of 1 a3 of 2 a3 of 3 ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടുള്ളത് ഇവിടെ a3 of 1 ഉം കിട്ടി a3 of 3 നേരത്തെയും കിട്ടി ഇനി അടുത്തത് I is equal to 2 substitute ചെയ്യാം അപ്പോൾ ഇവിടെ 2 substitute ചെയ്യുമ്പോൾ a3 of 2 is equal to a2 of 2 plus a3 of 3 into a2 of 3 minus 2 is 1 so a2 of 1 ഇവിടെയും ഈ values എല്ലാം ഉണ്ട് ഇതെല്ലാം substitute ചെയ്യുമ്പോൾ എന്ത് കിട്ടും 0.236 എന്ന് പറഞ്ഞു കിട്ടും so ഇപ്പോൾ coefficients എല്ലാം ആയി a3 of 1 a3 of 2 a3 of 3 h of z നമുക്ക് എങ്ങനെ എഴുതാം h of z എന്ന് പറയുമ്പോൾ തേർഡ് ഓർഡറിന്റെ h of z എങ്ങനെ എഴുതാം 1 plus a3 of 1 z raised to minus 1 plus a3 of 2 z raised to minus 2 plus a3 of 3 z raised to minus 3 തേർഡ് ഓർഡർ ആയതുകൊണ്ടാണ് സബ്സ്ക്രിപ്റ്റ് എന്ത് വന്നത് 3 എന്ന് പറഞ്ഞത് ഇതാണ് a3 of 0 a3 of 0 1 ആണ് എപ്പോഴും a3 of 1 നമ്മുടെ കയ്യിലായി ഏതാണ് വാല്യൂ a3 of 1 is 0.18 a3 of 2 നമ്മുടെ കയ്യിലുണ്ട് ഏതാണ് 0.236 a3 of 3 എന്ന് പറയുന്നത് 0.3 ഇതിൽ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ ഡയറക്റ്റ് ഫോം സ്ട്രക്ചർ കൂടി വരച്ചാൽ മതി സോ ഇവിടെ ഇപ്പോൾ കിട്ടിയ h of z ന്റെ ഡയറക്റ്റ് ഫോം 1 സ്ട്രക്ചർ ആണ് വരച്ചിരിക്കുന്നത് എന്താണ് x of n ഇവിടെ എന്താണ് 1 പ്ലസ് അടുത്ത എന്താണ് 0.18 z raised to minus 1 plus 0.236 z raised to minus 2 plus 0.3 z raised to minus 3 ഇവിടെ നിന്ന് z raised to minus 1 ഇവിടെ z raised to minus 2 ഇവിടെ നിന്നാണ് z raised to minus 3 മൂന്ന് ഡിലേ എലമെന്റ്സ് ഇനി എന്ത് ചെയ്യുന്നു എല്ലാം ആഡ് ചെയ്ത് ആഡേഴ്സിലോട്ട് കൊടുക്കുന്നു സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടുന്നു y of n കിട്ടുന്നു സോ ഈ h of s ന്റെ കറസ്പോണ്ടിങ് ഡയറക്റ്റ് ഫോം 1 സ്ട്രക്ചർ ആണ് ഈ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെയ്ത എന്താണ് ലാറ്റിസ് സ്ട്രക്ചറിന്റെ കോഎഫിഷ്യൻസ് തന്നു അത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഫോം സ്ട്രക്ചറിന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം given the FAR filter with the following difference equation y of n is equal to x of n plus 3.1 x of n minus 1 plus 5.5 x of n minus 2 plus 4.2 x of n minus 3 plus 2.3 x of n minus 4 sketch the lattice realization of the filter അപ്പം ഇവിടെ ഡിഫറൻസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം k1 k2 k3 ഒക്കെ കണ്ടുപിടിക്കണം ഡിഫറൻസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അതിനുവേണ്ടി z ട്രാൻസ്ഫോം എടുക്കുക സോ y of n ന്റെ y of z x of z plus 3.1 x of n minus 1 ന്റെ z raised to minus 1 x of z plus 5.5 z raised to minus 2 x of z plus 4.2 z raised to minus 3 x of z plus 2.3 z raised to minus 4 x of z h of z എന്ന് പറയുന്നത് y of z by x of z എല്ലാം ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 plus 3.1 z raised to minus 1 plus 5.5 z raised to minus 2 plus 4.2 z raised to minus 3 plus 2.3 z raised to minus 4 z raised to minus 4 so order of the filter എത്രയാണ് 4 ആണ് capital M is equal to 4 so ഈ പ്രോബ്ലം കുറച്ച് ലെങ്തി ആണ് so here capital M is equal to 4 order of the filter is equal to 4 ഇവിടെ നമുക്ക് ലാറ്റിസ് കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫിൽട്ടർ കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ 4 ആവുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിൽട്ടർ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ് a4 of 0 ആണ് 1 a4 of 1 എന്ന് പറയുന്നത് 3.1 a4 of 2 എന്ന് പറയുന്നത് 5.5 a4 of 3 എന്ന് പറയുന്നത് 4.2 a4 of 4 എന്ന് പറയുന്നത് 2.3 ആണല്ലോ ഓർഡർ 4 ആയതുകൊണ്ട് a4 of 0 a4 of 1 a4 of 2 a4 of 3 a4 of 4 ആണ് ഉള്ളത് a4 of 0 എപ്പോഴും 1 തന്നെ ഇവിടെ a4 of 1 എന്താണ് 3.1 a4 of 2 എന്ന് പറയുന്നത് 5.5 a4 of 3 എന്ന് പറയുന്നത് 4.2 a4 of 4 എന്ന് പറയുന്നത് 2.3 ഇനി അതിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം k1 k2 k3 k4 കണ്ടുപിടിക്കണം സോ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതി ലാറ്റിസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി Here capital M is equal to 4 അപ്പോൾ small m ന് ഏതൊക്കെ വാല്യൂ വരും 4 3 2 1 ഇത്രയും വാല്യൂസ് വരും സോ സ്മോൾ m ന്റെ വാല്യൂ ഏതൊക്കെ വരും 4 3 2 1 ഇത്രയും വാല്യൂസ് വരും അപ്പോൾ ആദ്യം 4 എടുത്തു സ്മോൾ m ന്റെ വാല്യൂ 4 എടുത്തു രണ്ട് ഇക്വേഷൻസ് ഉണ്ട് രണ്ട് ഇക്വേഷൻസിലും എന്ത് ഇട്ട് കൊടുക്കുക സ്മോൾ m ന്റെ വാല്യൂ 4 ഇട്ട് കൊടുക്കുക ആദ്യത്തെ ഇക്വേഷനിൽ സ്മോൾ m ന്റെ വാല്യൂ 4 ഇട്ട് കൊടുക്കുമ്പോൾ km എന്നാണ് അപ്പോൾ k4 is equal to m of m so a4 of 4 is equal to 2.3 ഈ വാല്യൂ ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ സോ 2.3
ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ am - 1 ആണ്. അപ്പൊ 4 - 1 എന്ന് പറയുമ്പോൾ a3 എന്ന് വരും. a3 of I is equal to, പിന്നെ ആ ഇക്വേഷനിൽ m ഉള്ളിടത്തെല്ലാം 4 ഇട്ട് കൊടുക്കുക. ഇനി I യുടെ വാല്യൂ എങ്ങനെയാ വേരി ചെയ്യുക? I യുടെ വാല്യൂ 1 തൊട്ട് m - 1 വരാണ്. m ന്റെ വാല്യൂ ഇത് 4 ആയതുകൊണ്ട് 4 - 1 എന്ന് പറയുമ്പോൾ 3. അപ്പൊ I യുടെ വാല്യൂ 1 to 3 വരാണ്. അപ്പൊ Iക്ക് ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? 1 വരും, 2 വരും, 3 വരും. അപ്പൊ a3 of Iയിൽ Iക്ക് പകരം 1 കൊടുക്കണം, 2 കൊടുക്കണം, 3 കൊടുക്കണം. Iക്ക് 1 to m - 1, 4 - 1, 3. അപ്പൊ Iക്ക് 1 to 3 വരും. അപ്പം a3 of 1 കൊടുക്കണം, a3 of 2, a3 of 3. അപ്പൊ ഈ ഇക്വേഷനിൽ Iക്ക് വരും 1 ഉം 2 ഉം 3 ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്ത് കിട്ടും? a3 of 1 ഉം a3 of 2 ഉം a3 of 3 ഉം കിട്ടും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളത് ആരൊക്കെയാണ്? k4 ഓൾറെഡി കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടുള്ളത് k3, k2, k1. ഈ 3 കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നേരത്തെ സ്മോൾ m is equal to 4 കൊടുത്തു. അടുത്ത സ്മോൾ m is equal to എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. 3 കൊടുത്തിട്ട് ആ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇവിടെ k3 is equal to a3 of 3 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ k3 കിട്ടി. ഇനി അടുത്ത a2 of I is equal to, ഇവിടെ I യുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യും? 1 തൊട്ട് എവിടം വരെ വേരി ചെയ്യും? m - 1 വരെ. സ്മോൾ m ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് 3 - 1 എന്ന് പറയുമ്പോൾ 2 വരെ. അപ്പൊ I യുടെ വാല്യൂ 1 to 2. സോ Iക്ക് രണ്ട് വാല്യൂസ് ആണുള്ളത്, 1 ഉം 2. അപ്പൊ a2 of Iയിൽ Iക്ക് വരും 1 ഉം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടി. a2 of 1, a2 of 2 കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് k4 ആയി, k3 ആയി. ഇനി k2 വേണം, k1 ഉം വേണം. ഇനി സ്മോൾ m is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇവിടെ Iക്ക് ആകെ ഒരു വാല്യൂ വരത്തുള്ളൂ. കാര്യം I യുടെ വാല്യൂ 1 തൊട്ട് m - 1 വരാണ്. m - 1 എന്ന് പറയുമ്പോൾ 2 - 1, 1 to 1. അപ്പൊ Iക്ക് ആകെ ഒരു വാല്യൂ വരത്തുള്ളൂ, 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് a1 of 1 കിട്ടി. ഇനി അടുത്ത സ്മോൾ m is equal to എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ k2 ഓൾറെഡി കിട്ടി. ഇനി k1 ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ നമ്മൾ m ന് വരെ 1 ഇടുമ്പോൾ k1 is equal to a1 of 1 എന്ന് കിട്ടും. a1 of 1 പ്രീവിയസ് സ്റ്റേജിൽ കിട്ടി 0.338. ഇപ്പൊ നമുക്ക് എല്ലാവരും ആയിട്ടുണ്ട്. k4, k2, k4, k3, k2, k1 എല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ 4 സ്റ്റേജസ് വരും. ഇവിടുത്തെ കേസിലാണെങ്കിൽ 4th ഓർഡർ ആയതുകൊണ്ട് താണ്ട് ഇവിടെ 1, 2, 3, 4 സ്റ്റേജസ് വരും. k1, k2, k3, k4 ന്റെ വാല്യൂസ് കണ്ടുപിടിച്ചത് എഴുതാം. സോ 4th ഓർഡർ ഫിൽട്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ ഈ സ്ട്രക്ചർ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ചിടാം. പിന്നെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയും വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും.